മലയിടം തുരുത്തിലേക്കാണ്. കാരണം മലയിടം തുരുത്ത് പാരിയത്തുകാവിലെ കുടുംബങ്ങളെ കുടിയിറക്കുന്ന വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. പ്രദേശവാസികൾ മന്ത്രി റോജി എം ജോണുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇനി പോലീസ് നടപടികൾ ഉണ്ടാകില്ലെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസ് നടപടി ഒഴിവാക്കാൻ സർക്കാർ നിയമപരമായ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് മുൻ MLA PV ശ്രീനിജൻ ഉൾപ്പെടെയുള്ള സമരസമിതിയുടെ ആരോപണം. സൈഫുനിസ അലിയാർ സംഭവ സ്ഥലത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. ഇപ്പം മലയിടം തുരുത്ത് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. കമ്മീഷൻ എത്തുന്നുണ്ട്. അതായത് ഒരിടത്ത് കോടതി കുടിയൊഴിപ്പിക്കണം എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന അന്ത്യശാസനം, മറുവശത്ത് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന തുരുത്ത് നിവാസികൾ. ഇതിൻ്റെ നടുക്കായി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഇന്നലെ മന്ത്രി റോജി എം ജോൺ പറഞ്ഞതാണ്, ഇവരെ ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്ന് പറഞ്ഞതാണ്. ഇതിൽ പോലീസ് നടപടി ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം നിലവിലെ ഒരു സാഹചര്യം എന്താണ് ഈ സൈഫുനിസ അവിടെ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. പാരിയത്തുകാവ് ഉന്നതിയിൽ ഇന്ന് വൈകിട്ട് 3 മണിക്കകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് നടപടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും CPM വലിയ രീതിയിൽ സമരം ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തുകയൊക്കെ ചെയ്തത്. ഈ മന്ത്രിയുമായുള്ള ചർച്ചയിൽ കൃത്യമായും ഇവരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ ഇവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ഈ വീടും ഈ സ്ഥലവും വിട്ട് പോകാനാകില്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെ കുടുംബപരമായി, അതായത് 1-2 തലമുറ മുമ്പ് വരെ ഇവിടെ മുതൽ താമസിച്ചിരിക്കുന്ന സ്ഥലമാണ്. പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അത് ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നിലവിലെ സ്ഥലം, അതായത് അത് റീസർവേ ചെയ്യണം എന്നുള്ളതാണ്, വീണ്ടും അളക്കണം എന്നുള്ളതാണ്. അതായത് 19 ഏക്കർ പുറമ്പോക്ക് ഭൂമിയാണ് എന്ന് പറയുമ്പോഴും ആ 19 ഏക്കറിൽ എത്ര സ്ഥലം പുറമ്പോക്കുണ്ട്, അതല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടേതുണ്ട് എന്നുള്ളതിൽ കൃത്യമായ ഒരു വ്യക്തത വേണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്ന കാര്യം. അതിൽ 19 ഏക്കറിൽ 2 ഏക്കർ 65 സെന്റാണ് ഈ ഉന്നതിയിലുള്ളവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. 8 വീടുകളാണ് ഇവിടെയുള്ളത്. 8 വീടുകളിലായി ഏകദേശം 40ഓളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവർ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി, അതായത് ഒരു 50 വർഷത്തോളമായി വലിയ രീതിയിൽ കോടതി ഒക്കെ ആയിട്ട് നിയമ നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുകയാണ്. ഇവരെ സംബന്ധിച്ചോളം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പോലും ഈ ഒരു ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണമായിരുന്നു. അതിൽ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഇവരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി സർക്കാരിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു നിലപാട് എടുക്കാം, തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് കോടതിയിൽ സമീപിക്കുകയും ചെയ്യുക, ഇവരുടെ വിഷയങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നടപടികൾ എടുക്കുന്നതിൽ ഒന്ന് സർക്കാരിന് ചില കാര്യങ്ങളിൽ ഒരു സാവകാശം വേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്നത്തെ ചർച്ചയായിട്ടുണ്ട്. ഇന്നലെ എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു ഉറപ്പ് വാഗ്ദാനം? നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് 19 ഏക്കറുടെ പുറമ്പോക്കുണ്ട്, അത് അളന്ന് തിട്ടപ്പെടുത്താനാണ് നമ്മൾ അവരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ മന്ത്രി അതനുസരിച്ച് നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ വക്കീലുമായിട്ട് സംസാരിച്ച് അവരോട് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഒരു ഫയൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഈ പുനരധിവാസത്തെ പറ്റി അങ്ങനെ എന്തെങ്കിലും മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അല്ല, നമ്മളെന്തായാലും ഈ 100 വർഷമായിട്ട് താമസിക്കുന്ന ഭൂമിയാണിത്, ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാനില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സർക്കാർ ഇനിയും കൂടെ നിൽക്കണം. അതാണ് ഇവരുടെ ആവശ്യം തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ട് ജീവിക്കാനും ഈ മണ്ണിൽ തന്നെ ജീവിക്കാനാണ്. ഒരു പുനരധിവാസത്തെ പറ്റിയല്ല ഇവർ പറയുന്നത്, ഇവർക്ക് ഇവിടെ തന്നെ ജീവിക്കാനുള്ള കൊടുത്തിരിക്കുന്ന ഉറപ്പുകളിൽ ഇവർ തൃപ്തരാണോ സൈഫുനിസ? ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പിൽ തൃപ്തരാണോ? ഇപ്പോൾ സർക്കാർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. കൂടെ നിൽക്കാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇവിടെ കക്ഷി ചേർന്നവർ നടക്കട്ടെ. അപ്പം നമ്മുടെ കേസിന് എന്താണെങ്കിലും ഒരു ബലം ഉണ്ടാവുമല്ലോ, അതാണോ അതിലൊരു വിശ്വാസമുണ്ട്. അതാണ് ഇന്നിപ്പോൾ അഭിഭാഷക കമ്മീഷൻ വരികയാണ്. ഏകദേശം 10-11 മണിയോടുകൂടി അഭിഭാഷക കമ്മീഷൻ വരും. തീർച്ചയായും കഴിഞ്ഞ ദിവസം നടന്നതുപോലെ തന്നെ ഇവരോട് ഇവിടുന്ന് കുടിയൊഴിയണം എന്നുള്ളൊരു നിർദ്ദേശമായിരിക്കും അഭിഭാഷക കമ്മീഷൻ പറയാൻ പോകുന്നത്. പക്ഷേ അന്നുണ്ടായ അത്രയും തന്നെ പോലീസ് സേനയും ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പോലീസ് ആക്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇന്നലെ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഉറപ്പ്. ആ രീതിയിൽ തന്നെയാകും ഇന്ന് കാര്യങ്ങൾ പോവുകയെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അഭിഭാഷക കമ്മീഷൻ്റെ ഭാഗത്ത് സമ്മർദ്ദമുണ്ടാകും. കാരണം ഇന്ന് വൈകിട്ട് 3 മണിക്കകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് എപ്പോൾ ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണോ അതുവരെ ഈ നടപടി തുടരാനുമാണ് കഴിഞ്ഞ ദിവസത്തെ കോടതി ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഇതിന്റെ നടപടി തുടരേണ്ടി വരും. അഭിഭാഷക കമ്മീഷന് പ്രതിരോധം തീർക്കുകയും ചെയ്യും. ഓക്കെ സൈഫുനിസ, ശരി.
അപ്പോൾ ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ് മലയാളം തുരുത്തുകാരെ.